പാലക്കാട് തരൂർ കുണ്ടുകാട് ജംഗ്ഷനിൽ കലാശക്കൊട്ടിനിടെ UDF പ്രവർത്തകന് പരിക്കേറ്റു. പ്രൈവറ്റ് ബസിന്റെ മുകളിൽ നിന്നും ഡൈവ് ചെയ്യുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം ബസ്സിന് മുകളിൽ നിന്ന് ഡൈവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തരൂർ തോണിപ്പാടം കുണ്ടുകാട് ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ ആവേശം അലതല്ലി അതിരുകളില്ലാത്ത രീതിയിലായിരുന്നു ആവേശവും അണികളുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബസ്സിന് മുകളിൽ നിന്ന് ചാടുകയും ചെറിയൊരു പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. മൂന്ന് മുന്നണികളും ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. തിരുവനന്തപുരവും തൃശ്ശൂരും കോഴിക്കോടും കാസർഗോഡും ഒക്കെ പോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് കലാശക്കൊട്ട് ദിവസവും അല്ലെങ്കിൽ കലാശപ്പൊട്ടിലും തങ്ങളുടേതായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കാനുള്ള പ്രകടനമായിരുന്നു മൂന്ന് മുന്നണികളുടെ ഭാഗത്തുണ്ടായിരുന്നത്. സുൽത്താൻപേട്ട ഭാഗം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു മൂന്ന് മുന്നണികളും ഈ കലാശക്കൊട്ടിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റു വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിൽ മണ്ണാക്കാട് തെങ്കര ആനമൂളിൽ LDFും UDFും തമ്മിൽ ചെറിയൊരു ഉന്തുതള്ളും ഉണ്ടായി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായിരുന്നു ജില്ലയിലെ കലാശക്കൊട്ട് പ്രകടനം എന്ന് തന്നെ വേണം പറയാൻ.